ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹാബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഥയൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. നെക്സ്റ്റ് ഡേ ഹീറോയിനും ബ്രദറുമായിട്ട് വേയെ കാണാനായിട്ട് വരുന്നുണ്ട്. അവര് വീട് മാറുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഇന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്താൽ എന്താന്ന് വേ ചോദിക്കും. പക്ഷെ ലിന്നുണ്ടാവില്ല, അവൻ ക്ലാസ്സിന് വേണ്ടി പോയിരിക്കുകയാണ്. ചിലപ്പോ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞതും അവർ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, താങ്ക്സ് പോലും പറയാൻ കഴിഞ്ഞില്ല. സാരമില്ല, അവർ എന്റെ ഗെയിം കഴിയുന്നതിനുള്ളിൽ തിരികെ വന്നാല് താങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പൊക്കോളാം എന്നവൾ പറയാണ്. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഹീറോയ്ക്ക് താങ്ക്സും അയക്കുന്നുണ്ട്. ഇവിടെ ഹീറോയെ കാണിച്ചാല് അവനുള്ളിടത്ത് ഒരു സ്നൂക്കർ ക്ലബ് ഉണ്ട്. അവിടെ അവന്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. നീ എനിക്കൊരു 2 ലക്ഷം രൂപ തരാനില്ലേ, അത് നീ അയച്ചിരുന്നോ എന്ന് ചോദിച്ചാല് അതെപ്പോഴോ ഞാൻ അയച്ചു, അതാണല്ലോ സ്നൂക്കർ ക്ലബിന് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ക്ലബ്ബ് നിന്റെയാണെന്ന് ഫ്രണ്ട് പറയും. ഇവന്റെ സ്റ്റുഡൻസ് കുറച്ച് പേര് അവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കോമ്പറ്റീഷന് വേണ്ടി റെഡി ആയിക്കോ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്ലേസും ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഹീറോ പറയും. ഇവിടെ ഹീറോയിനും അനിയനും കൂടി വേയിന്റെ പ്ലേസിലേക്ക് ഷിഫ്റ്റ് ആയി. റൂം കണ്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. അപ്പൊ അനിയൻ ചെക്കൻ ഓടി വന്ന്, എന്താ ചേച്ചി, എന്റെ റൂമിൽ ബെഡ് അല്ലാതെ വേറെ ഒന്നുമില്ല, നിന്റെ റൂമിൽ ചെറിയൊരു ലോകം തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ചോദിച്ചതും ചേച്ചി എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ അല്ലേ എന്ന് വേ പറയും. അതെ അതെ, അത് ശരിയാണെന്ന് ബ്രദർ സമ്മതിക്കുന്നുണ്ട്. ഞാൻ വേയുടെ കൂടെ എനിക്ക് കളിക്കാനുള്ള ക്ലബിലേക്ക് പോയിട്ട് വരാം, നീ സേഫ് ആയിട്ടിരിക്കെന്ന് പറഞ്ഞിട്ട് വേയും ഹീറോയിനും ഒരു ക്ലബിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നാൽ ഇവരുടെ ഹൗസ് ഓണർ ഉണ്ടാകും. അവരുടെ ക്ലബാണെന്നാ തോന്നുന്നത്. ഹീറോയിനെ കണ്ടതും, ഓ ഇതാണോ ലിൻ പറഞ്ഞ കുട്ടി, ശരി വാ വാ, അവന് കളിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പ്ലേസ് തന്നെയുണ്ട്, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരു സ്പെഷ്യൽ പ്ലേസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇവിടെ എത്ര വേണമെങ്കിലും കളിച്ചോളൂ, പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവര് പോകുവാണ്. ശരി, നിനക്ക് എന്ത് വേണമെങ്കിലും ആ ഓണറോട് ചോദിച്ചാൽ മതി, ഞാൻ വീട്ടിലേക്ക് പോകുവാണെന്ന് പറഞ്ഞിട്ട് വേയും അവിടെ നിന്ന് പോകുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന വേയും ബ്രദറിനോട്, ഇന്നൊരു ഓപ്പറേ കൺസേർട്ട് നടക്കുന്നുണ്ട്, നീ വരുന്നുണ്ടോടോ എന്ന് ചോദിച്ചാല് പിന്നെന്താ, ഞാൻ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞ് അവനും ഡ്രസ്സ് മാറാനായിട്ട് ഓടുവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനും വളരെ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു ഷോട്ട് അടിച്ചതും സൂപ്പർ ഷോട്ട് എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാൽ നമ്മുടെ ലിന്നായിരിക്കും. ഇവനെ കണ്ട ഹീറോയിനും ഷോക്ക് ആകുന്നുണ്ട്. 1 മാസം കഴിഞ്ഞല്ലേ നിങ്ങൾ വരുമെന്ന് പറഞ്ഞത്, വേ പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചാല് എനിക്കൊരു 3 ഡേയ്സ് ഫ്രീ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തിരികെ വന്നതെന്ന് അവൻ പറയും. ശരി, എന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ഗെയിം കളിച്ചാലോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. എന്റെ കൂടെ കളിച്ചാൽ നീ കരയോ? ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല കരയാൻ വേണ്ടി, ഞാനും ഒരു പ്ലെയർ ആണ്, വാ കളിക്കാമെന്ന് ഹീറോയിൻ വിളിക്കും. ഹീറോ അപ്പൊ അവന്റെ മനസ്സിൽ പറയുവാണ്, ഞാനിവളെ ലവ് ചെയ്യുന്നുണ്ട്, അത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് കളിക്കണ്ടേ, ഈസി ആയിട്ട് തന്നെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ വളരെ പതുക്കെയാണ് കളിക്കുന്നത്. കുറച്ച് ഗെയിം മുന്നോട്ട് പോയതും ഹീറോയിന് മനസ്സിലായി അവൻ കൺട്രോൾ ചെയ്താണ് കളിക്കുന്നതെന്ന്. ഹലോ, നിങ്ങൾ ഇത്തവണ കൺട്രോൾ ചെയ്യാതെ ഷോട്ട് അടിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ഈ ഗെയിം വിട്ട് പുറത്തു പോകുമെന്ന് പറഞ്ഞതും ശരി, ഓക്കെ ഓക്കെ, അങ്ങനെ ഒന്നും പറയല്ലേ, ഞാൻ കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അപ്പൊ തന്നെ ആ സെറ്റ് കളിച്ച് വിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗെയിം ഒക്കെ കഴിഞ്ഞ് തിരികെ രണ്ടുപേരും വീട്ടിലേക്ക് വന്നാല് മറ്റു രണ്ടുപേരെ കാണുന്നില്ല. അപ്പോഴാണ് ഹീറോയിനും മെസ്സേജ് കാണുന്നത്, രണ്ടുപേരും ഓപ്പറേ കൺസേർട്ടിന് പോയിരിക്കുവാണെന്ന്. ഇത് വേയുടെ പ്ലാൻ ആണെന്നാ തോന്നുന്നത്. ഉടനെ ലിന്നും, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മാത്രം കുക്ക് ചെയ്ത് കഴിക്കാം, ഞാൻ കുക്ക് ചെയ്യാം, നീ ജസ്റ്റ് ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. ശരിയെന്ന് പറഞ്ഞ് അവനും കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഹീറോയിനും അടുത്ത് വന്ന് ചെറുതായിട്ട് ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ അവളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കണ്ട് ഇവൾക്ക് ആകെ ഷൈ ആകുന്നുണ്ട്. ഇവൻ എന്താ ഇങ്ങനെ തന്നെ നോക്കുന്നതെന്ന് നാണത്തോടെ അവിടെ നിന്ന് ഓടിക്കളയും. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതും ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് വന്നവൻ എന്താണോ പറഞ്ഞത് അതേപോലെ ഒരു ഹുഡി എടുത്തിടുവാണ്. അതിട്ടാല് അവൻ നന്നായിട്ട് ചേരുമെന്ന് അവൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോ രണ്ടുപേരും ഒന്നിച്ച് ഡിന്നർ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. വൈൻ കഴിച്ചാലോ എന്ന് രണ്ടുപേരും ഒന്നിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ ലിന് പോയി ഒരു വൈൻ എടുത്തുകൊണ്ട് വന്നിട്ട് രണ്ടുപേരും ഡ്രിങ്ക് ചെയ്തിട്ട് ഡിന്നർ ഒക്കെ കഴിക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ ഹീറോയിനും കുറച്ച് ഓവറായിട്ട് കുടിച്ച് ചെറുതായിട്ട് കിക്കായിട്ടുണ്ട്. അതുകൊണ്ട് അവള് വായിൽ വന്നതൊക്കെ ചോദിക്കാൻ തുടങ്ങുവാണ്. നിങ്ങളുടെ ഫ്രണ്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ കണ്ടിരുന്നു, അതില് നിങ്ങളൊരു പെണ്ണിനെ ഇഷ്ടമാണെന്നും ക്രഷ് ഉള്ള പോലെയാണ് എഴുതിയിരുന്നത്, എന്നിട്ടും നിങ്ങൾ എന്താ എത്ര സാഡ് ആയിരിക്കുന്നത്? ആ പെൺകുട്ടി തിരിച്ച് ലവ് പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നല്ല പയ്യനാണ്, ആ പെൺകുട്ടിക്ക് നിങ്ങൾ എന്തായാലും ഇഷ്ടമാകുമെന്ന് പറഞ്ഞതും ഇത് കേട്ട് ഹീറോയ്ക്ക് ചിരിയാണ് വരുന്നത്. അപ്പോ കറക്റ്റ് ആയിട്ട് ഹീറോയിന്റെ മുത്തശ്ശി വീഡിയോ കോൾ ചെയ്യുന്നെന്ന് പറഞ്ഞ് അവള് റൂമിലേക്ക് വന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. മുത്തശ്ശിയുടെ അടുത്ത് ഡോൺ എന്നൊരു ബ്രദറിന്റെ കാര്യം ഹീറോയിൻ പറഞ്ഞിരുന്നില്ലേ, അവനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നീ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് ടൈമാണ് നീ പുറത്തു പോയി കളിക്കുന്നത്, എന്തായാലും
എന്തായാലും വിൻ ചെയ്തിട്ടേ വരാവൂ എന്ന്. ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പുറത്തു നിന്ന് ഹീറോ കേൾക്കുന്നുണ്ട്. ഡോണിന്റെ സൗണ്ട് കേട്ടതും ഹീറോയ്ക്ക് ഒരുമാതിരി ആകുവാണ്. നിന്റെ കൂടെ ആരോ റൂംമേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അവരെ കാണിക്ക് പരിചയപ്പെടുത്തുന്നത് മുത്തശ്ശി പറഞ്ഞതും ഒരു മിനിറ്റ് ഞാൻ ഇപ്പോ തന്നെ വരാമെന്ന് പറഞ്ഞ് ഹീറോയിനും ഹീറോയെ തേടി ഹാളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവനെ കാണുന്നില്ല. ബാത്റൂമിലായിരിക്കും, ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ഹീറോയിനും കോള് കട്ട് ചെയ്യുവാണ്. ഇവിടെ ഡോണും മുത്തശ്ശിയോട് ആ പയ്യന്റെ പേരെന്താണെന്നാ പറഞ്ഞതെന്ന് ചോദിച്ചാല് എന്തോ ലിൻ എന്നാണ് പറഞ്ഞതെന്ന് മുത്തശ്ശി പറയാണ്. ഈ പേര് കേട്ടതും ഡോണിന് എന്തോ പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. ചെറിയ വയസ്സിലെ ഇവര് രണ്ടുപേർക്കും ഇടയിൽ എന്തോ കോമ്പറ്റീഷൻ ഒക്കെ വന്നിരുന്നെന്നാ തോന്നുന്നത്. രണ്ടുപേരില് ഒരാൾ എലിമിനേറ്റ് ആയാലേ മറ്റൊരാൾക്ക് വിൻ ചെയ്യാൻ പറ്റുമെന്ന് ചെറിയ വയസ്സിലെ ഇവർക്കിടയിൽ ചെറിയ ഗെയിം ഫൈറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കണം ലിന്നു അവോയ്ഡ് ചെയ്ത് മാറിപ്പോയത്. തിരികെ വന്നതും എന്റെ മുത്തശ്ശൻ നിങ്ങളെ കാണാൻ വിളിച്ചിരുന്നു, അപ്പോ നിങ്ങളെ കണ്ടില്ല, ഇപ്പോ കട്ട് ചെയ്തോളൂ, പിന്നെ ഒരിക്കലും പരിചയപ്പെടുത്തി തരാമെന്ന് പറയും. ആണോ, നിനക്ക് ബ്രദർ ഉണ്ടോന്ന് ഹീറോ ചോദിക്കുവാണ്. എന്റെ സ്വന്തം ബ്രദർ അല്ല, കസിൻ, അതായത് ഇവന്റെ കൂടെയുള്ള ബ്രദർ ചെക്കനില്ലേ, അവന്റെ ചേട്ടനാണ്. പക്ഷേ ചെറിയ വയസ്സ് മുതല് അവരാണ് എന്നെ പഠിപ്പിച്ചത്. വളരെ സ്ട്രിക്റ്റ് ആണ്. എന്നോട് കളിക്കാൻ പറഞ്ഞിട്ട് മുന്നില് വേറൊരാളെ പിടിച്ചു നിർത്തി വഴക്ക് പറയും. എന്നാലേ ഞാൻ സീരിയസ് ആയിട്ട് കളിക്കൂ എന്ന് പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞിട്ട് ശരി ഞാൻ ഉറങ്ങാൻ പോകുവാണെന്ന് പറഞ്ഞ് അവളും റൂമിലേക്ക് പോകുവാണ്. അപ്പൊ കുറച്ചു കഴിഞ്ഞതും ഹീറോയിനും വെള്ളം കുടിക്കാനായിട്ട് ഹാളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ഹീറോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഇത് കണ്ടുകൊണ്ട് തിരികെ അവള് റൂമിലേക്ക് പോകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും ഹീറോ അവൾക്ക് മെസ്സേജ് അയക്കുവാണ്. നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവളും കഥവിനടുത്ത് വന്ന് നിന്ന് സംസാരിക്കുവാണ്. നാളെ ഞങ്ങൾ പുറത്തു പോകുന്നുണ്ട്, നിന്റെ അനിയനെയും കൂട്ടി. നീ തനിയെ വീട്ടിലിരിക്കുമല്ലോ എന്ന് ചോദിച്ചാല് ഞാനെന്താ കൊച്ചുകുട്ടിയാണോ, നോ പ്രോബ്ലം എന്ന് ഇവളും പറയും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഹീറോ ഒരു സ്മൈലി കോഫിയുടെ ഇമേജ് അയക്കുന്നുണ്ട്. തിരികെ ഇവളും ഒരു സ്മൈലി അയച്ചിട്ടതും ഇവൻ അത് കണ്ട് ചിരിച്ചിട്ട് തിരികെ റൂമിലേക്ക് പോകുവാണ്. കട്ട് ചെയ്താല് രാത്രി ഓപ്പറയ്ക്ക് പോയ വേയും ബ്രദറും കൂടി തിരികെ വരുന്നുണ്ട്. അപ്പോഴും ഹീറോ ഉറങ്ങിയിട്ടൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കുത്തിയിരിക്കുവാണ്. എന്താടാ നീ ഉറങ്ങാതിരിക്കുന്നേ, എന്താ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാല് നിനക്കൊരു കാര്യം അറിയാമോ, ആ ഡോൺ ഉണ്ടല്ലോ അവൻ ഹീറോയിന്റെ ചേട്ടനാണെന്ന് പറഞ്ഞതും ബേ ഇത് കേട്ട് ഷോക്ക് ആകുന്നുണ്ട്. എന്ത്, ഡോൺ അവളുടെ ചേട്ടനാണെന്നോ? എന്നാ തീർന്ന്, നിങ്ങൾ ഒരിക്കലും സെറ്റ് ആവില്ല. അവൻ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സമ്മതിക്കാനേ പോകുന്നില്ലെന്ന് പറഞ്ഞതും ഇത് കേട്ട് ലിന്നിന് ആകെ ടെൻഷൻ ആകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ രാവിലെ ആയി. അവള് കോഫി കുടിക്കാനായിട്ട് പുറത്തേക്ക് വരുമ്പോ നിനക്ക് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്നിച്ച് പുറത്തു പോകാമെന്ന് പറഞ്ഞ് ലിന്നി വിളിക്കുവാണ്. ഹേയ്, എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ ആകണ്ട, എനിക്ക് ഈവനിങ് പ്രാക്ടീസ് ഉണ്ട്. അതുവരെ എനിക്ക് ഇവിടെ തനിച്ചിരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞാലും ഹീറോ സമ്മതിക്കുന്നില്ല. ഇല്ലില്ല, നീ പോയി ഡ്രസ്സ് ചെയ്തിട്ട് വാ, നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അതുകൊണ്ട് അവളും വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇവിടെ അടുത്താണോ പോകുന്നേ, ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടാ പോരെ, കുറെ നടക്കാനുണ്ടോ, ഞാൻ ഷൂസ് ഇടണോ അല്ലെങ്കിൽ ഹീൽ ഇടണോ എന്ന് മാറി മാറി ചോദിക്കാൻ തുടങ്ങിയതും നിനക്ക് ഇഷ്ടമുള്ളത് ഇട്ടോളൂ, നമ്മൾ ടാക്സിയിലാണ് പോകുന്നതെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞ് അവളും റെഡിയാകാനായിട്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഇപ്പൊ 4 പേരും കൂടി ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുവാണ്. ലിന്നെ ഹീറോയിന് മാത്രം ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യുന്നു, സെർവ് ചെയ്ത് കൊടുക്കുന്നു, വാരി കൊടുക്കുന്നില്ലെന്ന് മാത്രം. ഇതെല്ലാം കണ്ട് അടുത്തിരിക്കുന്ന വേയും ബ്രദറും വേഗം ഫുഡെല്ലാം കഴിച്ചു തീർത്തിട്ടേ ഞങ്ങളിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് മാറി കൊടുക്കുന്നുണ്ട്. അവരിറങ്ങിപ്പോയതും വേ ലിന്നിന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞങ്ങള് തേടി വീലാകണ്ട എന്ന് കരുതിയാണ് ഇറങ്ങി വന്നത്, നീ വേഗം കഴിച്ചു കഴിഞ്ഞ് അടുത്തൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്, അവിടെ ഡേറ്റ് ചെയ്യുന്നവരെല്ലാം പോകാറുണ്ട്, അവളെയും കൊണ്ട് അവിടെ ചെല്ല്, എന്നിട്ട് അടിച്ചു പൊളിക്കെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതും ഹീറോയ്ക്ക് ഇത് കണ്ട് ഷൈ ആകുന്നുണ്ട്. അവൻ ചിരിച്ചിട്ടേ ഉടനെ തന്നെ ഹീറോയിനെ നോക്കി, ഇവിടെ അടുത്തൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്, നമുക്ക് പോയാലോ എന്ന് ചോദിച്ചാല് അവളും ഓക്കെ പറയുന്നുണ്ട്. ഹീറോയ്ക്ക് അവളുമായിട്ട് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമാണ്. സോ അവൻ ചിരിച്ചിട്ട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോകുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോ മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. എന്നാലാണ് ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും മറ്റ് ചാനൽസ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതേപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.